ആണ് അലിഗേഷൻ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. എ സ്പെൻഡ് 65% ഓഫ് ഹിസ് ഇൻകം ഹാസ് ഇൻക്രീസ് ബൈ 20.1, എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ് ബൈ 25%, സേവിങ്സിൻ്റെ ചേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. 65% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കാണണം. മെമ്പർഷിപ്പിലെ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷനിൽ ചെയ്തതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 65% എന്ന് പറഞ്ഞാൽ നമുക്ക് 5/65/100 ആണ്. 13/20 ആണ്. 13/20 ഇൻകം 20 ആണെങ്കിൽ 13 അവൻ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ എഴുതുന്നു. എക്സ്പെൻഡിച്ചർ 13 ആണെങ്കിൽ സേവിങ്സ് ബാക്കി 7 ആണ്. ടോട്ടൽ 20-ൽ 13 സ്പെൻഡ് ചെയ്യുന്നു, ബാക്കി 7 അവൻ സേവ് ചെയ്യുന്നു. ഇൻകം എന്ത് ചെയ്യുന്നു? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് ഇൻകം ഹാസ് ഇൻക്രീസ് ബൈ 20.1. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റാണ് നമ്മളിവിടെ വരുന്നത്, ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് അലിഗേഷനിൽ നമ്മൾ മിഡിൽ എഴുതി. അപ്പോൾ ഇൻകം എന്ത് ചെയ്യുന്നു? 20.1% ഇൻക്രീസ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ ഇതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 25% ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് ഇവിടുത്തെ ചേഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അലിഗേഷൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഡിഫറൻസ് എത്ര വരുന്നത്? 4.9 അല്ലേ? 4.9. അപ്പോൾ 4.9%. അപ്പോൾ ഇവിടുത്തെ റേഷ്യോയിലെ 7-ന് കറസ്പോണ്ടിങ് ചെയ്യുന്ന വാല്യൂ ആണ് 4.9%. അപ്പോൾ നമുക്ക് എന്ത് വേണം? 13-ന് കറസ്പോണ്ടിങ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ ഗ്യാപ്പിലുള്ളത്. അത് അലിഗേഷൻ്റെ കൺസെപ്റ്റാണ്. 13-ൻ്റെ വാല്യൂ വേണം. അപ്പോൾ ഇവിടെ 0.7 × 13, അതായത് 9.1. ഇത് 9.1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുവാണ്? കുറയുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എന്തായിരിക്കും? കുറയായിരിക്കും. കാര്യം ഇതും എക്സ്ട്രീം പോയിൻറ്റ്സ് ആയിരിക്കും. അത് അലിഗേഷൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ എക്സ്ട്രീം പോയിൻ്റ് ആയിരിക്കും 25, 20.1, അതിലും കുറവുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 9.1 കുറയ്ക്കുക, 0.1 കുറച്ചാൽ 20, 20-ൽ നിന്ന് 9 കുറയ്ക്കുക, 11% ഇവിടെ കിട്ടുന്നത്. അതായത് എന്ത് ചെയ്യും? ഇത് ഇൻക്രീസ് ബൈ, കാര്യം പ്ലസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇൻക്രീസ് ആണ്. മൈനസ് ആയിരുന്നെങ്കിൽ -11 ആയിരുന്നെങ്കിൽ ഡിക്രീസ് കൊടുത്ത് തന്നെ ഓപ്ഷൻ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഈ 100 എടുത്ത് ചെയ്യുന്ന ഇൻകം 100 എടുത്തു. അതിനകത്ത് എക്സ്പെൻഡിച്ചർ 65, സേവിങ്സ് ആദ്യം 35. ഇൻകം 100-ൽ നിന്ന് 120.1 ഈ എക്സ്പെൻഡിച്ചർ 65-ൽ നിന്ന് 25% കൂടി 25% ഒക്കെ എടുത്ത് ഒരു പോയിൻ്റ് വാല്യൂ കിട്ടി. പിന്നെ സേവിങ്സ് കണ്ടുപിടിച്ച് അത് എത്ര 35-ന് എത്ര കൂടി എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇത് അലിഗേഷൻ വഴി ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാം.